സംഭവം നടന്ന ഈ പറമ്പിന്റെ ആ കുട്ടിയെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആ വിഷ്വലിനകത്തുണ്ട്. ആ വിഷ്വലിൽ നടക്കുന്ന ആ അടിക്കുന്ന പറമ്പിന്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വീട്ടിലുള്ളവരാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, ബൈജു ഇവിടെ ഒരു പ്രശ്നം ഇന്ന് വെളുപ്പിന് 4:30 മണിക്ക് നടന്നിട്ടുണ്ട്. അതൊന്ന് ബൈജു ആ CCTVയിലൂടെ ഒന്ന് നോക്കണം, വെളുപ്പിന് 4:30 മണിക്കാണ്, വളരെ കറക്റ്റ് സമയമാണെന്ന് പറഞ്ഞു. ഞാൻ ആ വെളുപ്പിന് ആ 4:30 മണിക്ക് ഞാൻ ആ CCTV എടുത്ത് നോക്കിക്കഴിഞ്ഞു. ആ CCTV നമ്മുടെ സുഹൃത്തിനെ വിളിച്ച്, നമ്മുടെ സുഹൃത്തായി മണിക്കൂട്ടിനെ വിളിച്ചത് ആ CCTV ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വെളുപ്പിന് 4:30 മണിക്കത് ആ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഒരു കുട്ടിയെ വളരെ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതേപോലെ വൃത്തികെട്ട രീതിയിൽ ആ ഒരു പെൺകുട്ടിയെ ഒരു 3-4 പേര് കൂടി മർദ്ദിക്കുന്നത് ആ വിഷയത്തിലൂടെ നമുക്ക് കാണാം. ആ വണ്ടി ആദ്യം ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു, അതിലൂടെ ഒരു 2-3 ചെറുപ്പക്കാർ വരുന്നു. പോലീസിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? പോലീസിനെ വിളിച്ചത് ഈ പുറയില് നമ്മുടെ നമ്മൾ ഈ നടക്കുന്ന ഇന്ന് നമ്മൾ ഈ വിഷയത്തിലൂടെ നമ്മൾ കണ്ട ആ പറമ്പിന് തൊട്ട് പുറയിലുള്ള ആ വീട്ടുകാരാണ് പോലീസിനെ വിളിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. യുവാക്കളും യുവതികളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരെയൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അവരിവിടെയുള്ളതൊന്നും അല്ലെന്നാണ് നമ്മളുടെ വിശ്വാസം. കാരണം എങ്ങനെയോ അവർ വന്നതെന്ന് അറിയില്ല. ഈ തൊട്ടടുത്തുള്ള വല്ല ഹോസ്റ്റലിൽ താമസിക്കുന്നതോ മറ്റെന്തോ ഇവിടെ നിരവധിയായ ഹോസ്റ്റലുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ ഇനി അവരൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് കേസെടുത്ത് അന്വേഷിച്ച് ഇതിന്റെ നിജസ്ഥിതി കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഇത് ഭയാനകരമാണ്. ഇത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കൂടി കണ്ടത്. ഒരു കുട്ടിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്, അതും വെളുപ്പിന് 4:30 മണിക്ക്.